നമസ്കാരം. ബംഗ്ലാദേശിനെ പിടിച്ചടക്കാൻ ട്രംപ്. ബംഗ്ലാദേശിലെ ഭരണത്തെ അട്ടിമറിക്കുവാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഇന്ത്യക്ക് പിന്നാലെ നേട്ടമുണ്ടാക്കി അയൽരാജ്യമായിട്ട് ബംഗ്ലാദേശ് കുതിപ്പ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ സന്തോഷത്തിലിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല ട്രംപിന്റെ ഈ അതിബുദ്ധിക്ക് പിന്നിൽ എന്ത് എന്ന്. ബംഗ്ലാദേശിലെ നിലവിൽ 20% തീരുവ 19% കുറയ്ക്കുവാനുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായതിന് തൊട്ടു പിന്നാലെയാണ് ബംഗ്ലാദേശ് തങ്ങൾക്കും ഇളവുകൾ വേണമെന്ന ആവശ്യവുമായിട്ട് വാഷിംഗ്ടണിനെ സമീപിച്ചത്. ചില തുണിത്തരങ്ങളുടെ കയറ്റുമതി തീരുവ ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ടും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ്. പുതിയ നീക്കത്തോടെ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഏതാണ്ട് ഒരേ നിരക്കിലുള്ള തീരുവയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവയ്ക്ക് 18% നിലവിലെ US തീരുവ എന്ന് പറയപ്പെടുന്ന അമേരിക്കൻ അസംസ്കൃത വസ്തുക്കൾ, അതായത് കോട്ടൺ, നൂൽ തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്കാണ് ബംഗ്ലാദേശിന് പ്രധാനമായിട്ടും തീരുവയിൽ ഇളവ് ലഭിക്കുക. വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായിട്ട് US രംഗത്തെത്തുക ഒരു സാഹചര്യം കൂടിയാണിത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര ഇടനാഴിയായിട്ടുള്ള ഹോർമുസ് കടലിലൂടെ സഞ്ചരിക്കുന്ന US കപ്പലുകൾ ഇറാൻ തീരം ഒഴിവാക്കണമെന്നാണ് കർശന നിർദ്ദേശം. ഇറാൻ US സംഘർഷം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കമെന്ന് കൂടി മറന്നു പോകരുത്. കപ്പലുകൾ ഒക്കെ ഈ ഒമാൻ തീരത്തോട് ചേർന്ന് സഞ്ചരിക്കണമെന്നും ഇറാന്റെ സൈന്യം കപ്പലുകൾ പിടിച്ചടക്കുവാൻ ശ്രമിച്ചാൽ ബലം പ്രയോഗിച്ച് തടയുമെന്നുള്ള മുന്നറിയിപ്പും അമേരിക്ക നൽകുന്നുണ്ട്. നേരത്തെ ഇസ്രായേൽ യുദ്ധ സമയത്ത് ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ നിലവിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ ഇറാൻ ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കിയാൽ ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാം എന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ US വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതോടെ ഓഹരി വിപണിയിൽ വലിയ ഉണർവാണ് പ്രകടമാകുന്നത്. SBIയുടെ മികച്ച സാമ്പത്തിക ഫലങ്ങളും വിദേശ നിക്ഷേപകർ വീണ്ടും ഓഹരികൾ വാങ്ങി തുടങ്ങിയതും വിപണിക്ക് ഉണർവാകുന്നുണ്ട്, കരുത്താകുന്നുണ്ട്. അമേരിക്കൻ വിപണിയിലെ ഡോക്ടർ സൂചിക അത് റെക്കോർഡ് ഉയരത്തിലാണ്. അവിടെ ടെക്നോളജി കമ്പനികളായിട്ടുള്ള NVIDIA, ഒറാക്കിൾ തുടങ്ങിയവരുടെയൊക്കെ മികച്ച പ്രകടനം ആഗോള വിപണികളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏത് തരത്തിലും ഇന്ത്യയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുന്നു അമേരിക്ക. ആ ഇന്ത്യയുമായിട്ട് ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ കയറി ആക്രമിക്കുവാനോ ഇന്ത്യയെ പിടിച്ചെടുക്കുവാനോ കഴിയില്ല. പക്ഷെ അതിന്റെ ആ തരത്തിലുള്ള രീതിക്ക്, ഒരു യുദ്ധമുണ്ടാക്കി പിടിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു രീതിക്കാണ് ഇപ്പോൾ പക്ഷെ ട്രംപ് രൂപം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് മറ്റുള്ളവരുമായി നടത്തുന്ന വ്യാപാര കരാറുകൾ പോലും ഇന്ത്യ റദ്ദാക്കും എന്നുള്ള ഉറച്ച സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ പറയില്ലല്ലോ. ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ നരേന്ദ്രമോദിയും ഇന്ത്യയുമാണ് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം ലഭിക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 ദിവസം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ആ ബംഗ്ലാദേശിലെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് വലിയ പ്രഖ്യാപനങ്ങൾ ട്രംപിന്റെ വായിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിൽ ഇന്ത്യക്ക് പിന്നാലെ നേട്ടമുണ്ടാക്കുന്ന തരത്തിലേക്ക് അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് കൂടി എത്തിക്കുന്നതും ട്രംപാണ്. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം ട്രംപിന്റെ കഴുകൻ കണ്ണുകളാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഏതാണ്ട് ഒരേ നിരക്കുള്ള തീരുവ പ്രഖ്യാപിച്ച് തന്നെ ബംഗ്ലാദേശിനെ പിടിച്ചടക്കുവാനുള്ള ട്രംപിന്റെ അമിതമായിട്ടുള്ള ആക്രാന്തമാണ്. മറ്റൊരു രാജ്യത്തിനെ കൂടി പിടിച്ചടക്കുവാനുള്ള വല്ലാത്ത പൂതിയാണ്. ബംഗ്ലാദേശിന് പണി കൊടുത്ത അമേരിക്കയുടെ നീക്കം എന്ന് പറയപ്പെടുന്നത് വലിയ ചർച്ചകളിലേക്ക് നീങ്ങുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. വെനിസ്വേലയുടെ നിക്കോളസ് മഡൂറയെ പിടിച്ചടക്കിയതുപോലെ, ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ നടത്തുന്ന ശ്രമത്തെ പോലെ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ സ്വയം പറയുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയും അതിനകത്ത് ഭാഗമാക്കാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ബംഗ്ലാദേശിനെ ഏത് തരത്തിൽ പിടിച്ചടക്കാം, ആ ബംഗ്ലാദേശിനെ ഏത് തരത്തിൽ അവിടുത്തെ ഭരണം അട്ടിമറിക്കാം, എങ്ങനെ ബംഗ്ലാദേശിനെ കൂടി തങ്ങളുടെ ഭാഗമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുകയാണ് ഇപ്പോഴും ട്രംപ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിന് ബംഗ്ലാദേശിനെ പിടിച്ചടക്കാൻ ട്രംപ് നടത്തുന്ന ഈ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ബംഗ്ലാദേശിനെ പിടിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് കൃത്യമായി പണി കൊടുക്കുവാൻ ബംഗ്ലാദേശിനും അറിയാം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.